നമസ്കാർ. എന്താ ചെയ്യുന്ന ഒരു ഉത്സാഹമില്ല? എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളെല്ലാരും ഭയങ്കര വിഷമത്തിലാണ്. വെച്ച് കഴിഞ്ഞാല് ഇന്നിവിടെ ക്യാമറമാൻ പുറത്തു പോയിരുന്നു. അപ്പോൾ ഞാൻ ഓണാക്കി ഇങ്ങോട്ട് വന്ന് ബാക്കി നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, ബാക്കി റെക്കോർഡ് ആവുമല്ലോ എന്നുള്ള രസംശമുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ പറയാൻ പോണ കാര്യങ്ങള് ഇത് ആദ്യമായിട്ടല്ല പറയണത്, നേരത്തെ അതെ ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞതാ. ആ പറഞ്ഞതിൽ ക്യാമറ അങ്ങനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് നോക്കി നോക്കുമ്പോൾ അത് ഓഫായി കിടക്കുന്നു. ഇപ്പൊ ഓണാണല്ലോ അല്ലേ? ഓണായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ എന്തായാലും കാര്യമില്ല, നേരത്തെ പകുതി ടൈമായിട്ടായപ്പോ അത് ഓഫ് ആയിട്ടുണ്ടായിരുന്നു ക്യാമറ. അപ്പൊ ഇതൊക്കെ ഈ ഫോൾഡർ സ്ട്രക്ചറൊക്കെ കഷ്ടപ്പെട്ട അശ്വിൻ മിനിറ്റ്സ് കൊണ്ട് CSS ലൈവായിട്ട് കോഡ് ചെയ്യുന്നതും എല്ലാം ഉണ്ടായതെന്ന് പശ്ചിം പറഞ്ഞു. ഇനി എനിക്ക് ലൈവായി കോഡ് ചെയ്താൽ വയ്യാന്ന് പറഞ്ഞ്. അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലോട്ട് വരാം. അപ്പോൾ സ്റ്റാറൊക്കെ പോയി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പോയ വീഡിയോയിൽ ചെയ്തത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പോയ വീഡിയോ വെച്ചാൽ നിങ്ങളുടെ ഔട്ടായ വീഡിയോ അല്ല, ഡിലീറ്റ് ആയ വീഡിയോ, ഡിലീറ്റ് ആയാലും പകുതി വെച്ച് കട്ടായ വീഡിയോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാണ്. ഒരു ടു ഡു ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ ടു ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വെറുതെ ഉള്ള സിമ്പിൾ ടു ഡു വരുന്നത് അല്ല. ഇത് വേറെ ലെവലാണ്. അതായത് നമ്മളിവിടെ ഒരു ബേസിക് ലോഗിൻ ഉണ്ട്, സൈനപ്പ് ഉണ്ട്, ടു ഡു ഉണ്ട്. 3 മൊഡ്യൂൾസ് പോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാം ലോക്കൽ സ്റ്റോറേജിൽ വെച്ചാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വേറെ ബാക്ക് എൻഡ് ഒതൻറ്റിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഇങ്ങോട്ട് മെർജ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാന്നറിയോ, ഈ പുതിയൊരു കോഡ് തുടങ്ങിക്കോ. കോപ്പി പേസ്റ്റ് ചെയ്തെടുത്താൽ ഞാനാ അത് ഓർക്കണം. ഇനി പ്രാവശ്യം നമുക്ക് പുതിയൊരു കോഡ് സാധനം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേതൊന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം കുറേയൊക്കെ, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലെങ്കിൽ കുറച്ച് ചെയ്ത് അവിടുന്ന് ഫംഗ്ഷനാലിറ്റി ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ടൈമും കുറച്ചുകൂടെ കുറക്കാമല്ലോ. നേരത്തെ വീഡിയോ 1 hour അടുപ്പിച്ചെങ്ങാണ്ട് നമ്മൾ മൊത്തം റെക്കോർഡിങ് വന്നിരുന്നു, കട്ട് ചെയ്ത് വരുമ്പോൾ എന്തായാലും കുറയും. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും നമുക്ക് കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ടു ഡു 1 ഒറിജിനൽ ടു ഡു നോക്കിയാലോ? OG ടു ഡു ഓക്കെ. അപ്പോൾ ഒരു ഫോൾഡർ ഉണ്ടാക്കി അതൊക്കെ പെട്ടെന്ന് ചെയ്തോ. നാണോടോ പെട്ടെന്ന്? ഞാൻ നേരത്തെ എനിക്ക് പെട്ടെന്ന് ചെയ്തതാ. ഓപ്പൺ ചേട്ടൻ ഡെസ്ക്ടോപ്പ് OG ടു ഡു. നമുക്ക് വീറ്റിൻ്റെ കമാൻഡ് എടുത്തിട്ട് വരാൻ പോയി. ഇവിടെയൊക്കെ നേരത്തെ വന്നതാണ്. ആണല്ല, നമ്മൾ NPM ആണ് ഉപയോഗിക്കുന്നത്. NPM ക്രിയേറ്റ് വിത്ത് ലേറ്റസ്റ്റ്. യെസ്. സോ ഓൾറെഡി ഞാൻ ഫോൾഡറിനകത്താണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് ഫോൾഡർ നെയിം വേണ്ട. അപ്പം ഞാൻ ഡോട്ട് ഓപ്പറേറ്റർ കൊടുത്താൽ അതിനകത്ത് തന്നെ എക്സിസ്റ്റിംഗ് ഡയറക്ടറി തന്നെ ഉണ്ടാക്കിക്കോളും. റിയാക്ട് ജാവാസ്ക്രിപ്റ്റ് വേണ്ട സാധനം. NPM ഇൻസ്റ്റാള് NPM ഇൻസ്റ്റാൾ ആവട്ടേടോ. പിന്നെ നമുക്ക് ബാക്കിയോട് വരാം. അപ്പോൾ നമുക്ക് ടു ഡു ഫോൾഡറൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിക്കോ. അതിൽ ആവശ്യമില്ലാത്ത ഫോൾഡേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്ത്, അത് ആവശ്യമില്ലാത്തൊക്കെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് പോയിക്കോ. രണ്ടാമത് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് വയ്യ. ആപ്പ് വേണ്ടല്ലോ നമുക്ക്. ആപ്പ് വേണ്ട ശരിക്കും പറഞ്ഞാൽ. ആപ്പിൻ്റെ ആപ്പ് തട്ടുകയാണ്. ഒരു മിനിറ്റ് തട്ടി. ശരി, അല്ല അതായതാണ് ഞാൻ കാണിച്ചരാ. അതെന്തുവായിരുന്നു? കമാൻഡ് ക്ലിക്ക് ചെയ്യണം. കമാൻഡ് ഡിലീറ്റ് ആണിത്. സിമ്പിൾ. പബ്ലിക്കിന്റെ ആവശ്യമുണ്ടോ? നമ്മള് കിടക്കട്ടെ പിന്നെ പാവട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ റൗട്ടിംഗ് ഉണ്ട്, അതായത് URLs എല്ലാം മാപ്പ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് റിയാക്ട് റൗട്ടർ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചതാ. ഇത് നമ്മൾ ഡിഫോൾട്ട് സംഭവം ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, കൊണ്ടുവരുന്നു, റീപ്ലേസ് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഒരു ഡിപെൻഡൻസി എക്സ്ട്രാ വരുന്നുണ്ട്. റിയാക്ട് റൗട്ടർ ഡോം ഇൻസ്റ്റാൾ ചെയ്യും. NPM ഇൻസ്റ്റാൾ റിയാക്ട് റൗട്ടർ ഡോം. ഞാൻ കാണാതെ പഠിച്ചതൊക്കെ. ഇപ്പോൾ ഐയും ഇൻസ്റ്റാളും സെയിം അല്ലേ? രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ അത് ഇൻസ്റ്റാളായി. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ആപ്പ്. സോറി മാറിപ്പോയി. അല്ലാതെ വേറെ പോർട്ടിലാണോ റൺ ചെയ്തല്ല? അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലല്ല, വന്നോ? വേറെ പോർട്ടിലാ. ഇതാണ് നമ്മുടെ ആപ്പ്.
വേറെ പോർട്ടിലുണ്ട് അതങ്ങനെ കിട്ടും. മറ്റേത് പഴയ ആപ്പാണ്. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൗട്ടിങ് ചെയ്യണം. അതായത് ആ പേജസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും, അതായത് നമുക്ക് 3 പേജ് മൊഡ്യൂൾ മെയിൻ ഉണ്ടെന്ന് പറയും. ഒന്ന് ലോഗിൻ, ഒന്ന് സൈനപ്പ്, ഒന്ന് ടു ഡു. അപ്പോൾ 3നും 3 ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ലോഗിനായി ഇതായി പേജസ്, പിന്നെ നമുക്ക് ടു ഡു ആപ്പ് കൊണ്ടുണ്ട്. ഓക്കെ, സോ ടു ഡു പിന്നെ 3-നകത്ത് നമുക്ക് ടു ഡു .jsx വേണം. അയ്യോടോ ഞാൻ ശരിച്ചിട്ടില്ല. ഓ JSX ഇട്ടാൽ മാത്രമേ അത് വരുള്ളൂ അല്ലേ? അത് ഈ എക്സ്റ്റൻഷൻ തിരിച്ചറിയേണ്ടത്. മനസ്സിലായി. ഇപ്പം കളറായി. ആരാണ് അവിടെ ടുഡു ടുഡു പറഞ്ഞ് വെച്ചുണ്ടാക്കുന്നത്? മാറ്റമുണ്ട്. എന്ത്? അല്ല എൻ്റെ കൂടി ഇരുന്നിട്ട് അപ്പം 3 ഇതായി. ഇനി നമ്മൾ ഇവിടുത്തെ റൗട്ട് മാറ്റി അവിടുത്തെ റൗട്ടിലേക്ക് കോഡർ യൂസ് ചെയ്താലോ? കോഡർ യൂസ് ചെയ്യാം. അല്ലാതെ എന്ത് കാര്യമുണ്ട് ഇനി അതിനെ കൊണ്ട്? ഇത് മറ്റേത് കളഞ്ഞോ? മിനിറ്റ്, കളഞ്ഞു. ഒന്നുകൂടെ ഓപ്പൺ ആക്കാം. ടു ഡു ആപ്പ് ഇതിപ്പോൾ റൗട്ടിങ് നമ്മൾ നേരത്തെ കുറച്ച് റൗട്ടിങ് ചെയ്ത് വെച്ചായിരുന്നു. ആ ബ്രൗസർ ഇമ്പോർട്ട് മുതൽ എടുത്തോ എല്ലാം. അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ, ടൈം വ്യത്യാസം വരുന്നില്ല. അത് നമ്മൾ ജസ്റ്റ് പുതിയതായിട്ട് നമ്മൾ ഇത്രേ ഉള്ളൂ. അതായത് ആ ലോഗിൻ എന്ന് പറഞ്ഞാൽ ലോഗിനെ കൊടുത്തു, സൈനപ്പിന് കൊടുത്തു, ടുഡിനെ കൊടുത്തു, റൂട്ട് ഹോം ഇതിനകത്ത് എന്ത് ചെയ്ത് വെറുതെ ഹോം പേജ് എന്ന് കൊടുത്തു. നമുക്ക് ലാസ്റ്റ് അതിൻ്റെ റീഡയറക്ഷൻ സെറ്റ് ചെയ്യണം. അതായത് ആ സ്ലാഷ് വരുമ്പോൾ നമുക്ക് റെസ്പെക്റ്റീവ് ഭാഗത്തോട്ട് റീഡയറക്റ്റ് ചെയ്യണ പോലെ ഒരു സെറ്റപ്പ് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് യെസ് നമ്മൾ പിന്നെ പോയത് സൈനപ്പിലോട്ട്. നമ്മൾ CSS ഓക്കെ അത് ഹോം പേജാണ്. ഹോം പേജ് ലോഗിൻ ലോഗിൻ. ഇനി നമുക്ക് ഹോം ഇത് ഏതാ? ഇത് കളഞ്ഞു. നമുക്ക് സൈനപ്പ് പേജാണ് വേണ്ടത്. സൈനപ്പിനകത്ത് നമുക്ക് സൈനപ്പിൻ്റെ ഡിസൈനൊക്കെ നേരത്തെ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് സ്റ്റൈൽ ചെയ്ത സ്റ്റൈലൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അറിയാം അത് ഫുൾ എങ്ങനെ? ആദ്യം സൈനപ്പിൻ്റെ URL ഒന്ന് എടുക്ക്. സൈനപ്പ് ആക്ക്. ഡിവ് അതൊന്നും കൊടുത്തു. കുഴപ്പമില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ സൈനപ്പ് പേജ് കാണിച്ചു തരാം. പുറത്ത് കിടക്കുന്നുണ്ട്. ഇത് ഓരോന്ന് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത്. ഇതാണ് നേരത്തെ അശ്വിൻ 2 മിനിറ്റ് കൊണ്ട് എന്തോ ഫുൾ അതുപോലെ ടൈമർ നേരത്തെ നിങ്ങൾ വെച്ച് കോഡ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്കത് കോപ്പി ചെയ്യാം. ഇനിയിപ്പോൾ വെറുതെ ഇവിടെ ഒരു CSS ഫയൽ ഉണ്ടാക്കുക. ഞാനക്കാരെ ബോറടിപ്പിക്കണ്ട. നമ്മളോ ബോറടിച്ച്? അതെ, നമ്മളോ ബോറടിച്ച്. അതെ, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഫുൾ എടുക്കാണോ? എന്താ? ആ സ്റ്റൈലിന് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തേക്ക്. ആ സ്റ്റൈൽസ് മൊത്തം എന്താ അത് ഇവിടെ വന്നിട്ട് അതെ എടുക്കുന്നു. സി അടിച്ചോ? ഇല്ല, ഇവിടെ അല്ലേ വേസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾ സി അടിച്ചിട്ട് അപ്പറേ? സി അടിച്ചില്ല, അടിച്ചു നല്ല എന്തെങ്കിലും ഓർമ്മ. ഓക്കെ. അപ്പോൾ ഇതാണ് നേരത്തെ കണ്ട പേജിൻ്റെ സ്റ്റൈൽ. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഇതുകൂടെ അങ്ങോട്ട് കോപ്പി ചെയ്തേക്കാം. ഫുൾ പേജ് കോപ്പി ചെയ്യണ്ട, ഈ ഇത്രയും സാധനം. എന്നിട്ട് നമുക്കത് വെച്ചിട്ട് ഫംഗ്ഷനും വേണ്ടി അതൊന്ന് ആ ഫംഗ്ഷൻ പിന്നെ കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്യും. ആ റിട്ടേണിൻ്റെ സാധനങ്ങൾ മാത്രം കോപ്പി ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിലൊന്നുമില്ല, കുറച്ച് ഡിവും അതിൻ്റെ ആ സ്റ്റൈലിങ്ങും അതൊക്കെ നേരത്തെ അശ്വിൻ ഇങ്ങനെ റോ ആയിട്ട് എഴുതിയത്. യു മിസ്ഡ് ഇറ്റ് അല്ലേ? പാവം പിള്ളേർ. അപ്പോൾ ഇതിലൊന്നും ഇല്ല. അതായത് മെയിൻ കണ്ടെയ്നർ നമുക്ക് യൂസർ നെയിം ഫുൾ നെയിം എടുക്കുന്നുണ്ട്, ഇമെയിൽ എടുക്കുന്നുണ്ട്, പാസ്വേഡ് എടുക്കുന്നുണ്ട്. ഇതിന് 3 വേണ്ടിയിട്ട് 3 എന്താ പറയുക, നമ്മൾ ചെയ്യുന്നൊരു 3 ഇൻപുട്ട് 3 റിക്വയർഡ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വാല്യൂ അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ
ഏതായിരുന്നു യൂസ് സ്റ്റേറ്റ് അടിച്ചപ്പോൾ ഒരു ജേസൺ യൂസർ ഡേറ്റ ഞാൻ ഇതൊക്കെ ഒന്ന് കളയാം, ഇതൊക്കെ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. അത് എല്ലാം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ മോശമായി. അതെ, അത് അങ്ങനെ കാണിച്ചു തരാം. അതെ ശരി, ഇതൊന്നുകൂടെ കാണിച്ചു തരാം. ഇതും ഫങ്ഷനാലിറ്റീസ് ഒക്കെ കളഞ്ഞു. നമ്മളിപ്പോൾ CSS മാത്രം കോപ്പി ചെയ്തിട്ടുള്ളൂ. അതെ, അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റൈൽസ് മാത്രമാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് ആ രീതിയിലാക്കി. ഇപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ലിങ്ക്. ഇതെന്തിനുള്ളതാണ് ലിങ്ക്? നമ്മൾ റീഫ്രഷ് ചെയ്ത ഒരു പേജിൽ നിന്ന് അപ്പുറത്തെ പേജിലോട്ട് പോകുമ്പോൾ അതായത് എ ടാഗ് പോലൊക്കെ നമുക്ക് ഇവിടെ റൗട്ടിങ്ങിൽ യൂസ് ചെയ്യണതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അത് ഇതല്ല. ഓക്കെ, ലിങ്ക് ഈസ് നോട്ട് ഡിഫൈൻഡ്. നമ്മളിപ്പോൾ പറഞ്ഞ ലിങ്ക് ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ലിങ്ക് ഫ്രം സോറി മൊത്തത്തിൽ കിളി പോയല്ലേ. സെറ്റ് ഇനിയിപ്പോൾ ആർക്കായിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോകാനാണ് എ ടാഗ് പോലെ ലിങ്ക് 2 വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയി. ഇനിയിപ്പോൾ വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ഫങ്ഷനാലിറ്റിയിലോട്ട് വരാം അല്ലേ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഈ യൂസർ നെയിം, പാസ്വേഡ്, ഇമെയിൽ ഇതൊക്കെ ഒരു സ്റ്റേറ്റ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഈ സാധനം ലോക്കൽ സ്റ്റോറേജിലേക്ക് എടുത്തു വെക്കണമല്ലോ. നമുക്ക് ആദ്യം ഇതൊരു സ്റ്റേറ്റ് വേരിയബിളിൽ വെറുതെ സ്റ്റോർ ചെയ്ത് നമ്മളൊരു സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ലോഗ് ചെയ്യുക കൺസോളിൽ. ഇത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്യും. എന്നിട്ട് നമുക്ക് ബാക്കി സ്റ്റേറ്റിനകത്ത് എനിക്കൊരു ജേസൺ ആണുള്ളത്. ജേസണിനകത്ത് ജേസൺ വേണോ? അതൊക്കെ അപ്പുറത്തെ കോഡ് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. എഴുതിക്കോ. നെയിമുണ്ട്, ഇമെയിലുണ്ട്, ഇനിയൊരു പാസ്വേഡുണ്ട്. അപ്പോൾ അതെത്ര ആയിട്ടുണ്ട്? നമുക്കിവിടെ ഓരോ ടൈപ്പിന് ഒരു വാല്യൂ വേണം. യൂസർ ഡാറ്റ ഡോട്ട് നമുക്ക് ആദ്യം എല്ലാം സെറ്റും കൂടെ ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ വാല്യൂ കൊടുക്കുന്ന എന്തിനാണ്? ആ വേരിയബിളിലെ ഡാറ്റ അവിടെ കാണിക്കാൻ. ഇനി അവിടെ ഓൺ ചേഞ്ചിൽ സെറ്റ് കൂടെ ചെയ്യണം. ഫംഗ്ഷൻ ആദ്യം സാധാരണ സെറ്റ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് മറ്റേ നേരത്തെ കോഡിൽ ഒരു 3 ഭാഗത്ത് ഒരേ കാര്യം ചെയ്തപ്പോൾ എന്തുകൊണ്ട് 3 ഭാഗത്ത് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫംഗ്ഷനൊക്കെ ആക്കി അതിനെ മാറ്റിയതായിരുന്നു. അപ്പോൾ എന്നിട്ട് സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ച് എല്ലാ ഡാറ്റയും അത് ഡീസ്ട്രക്ചർ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് എന്ന് പുതിയ നെയിമിനെ ഇത് ചെയ്ത് നമുക്ക് ആ ഫംഗ്ഷൻ എഴുതണം. ഇങ്ങനെ തന്നെ എഴുതണമല്ലേ നല്ലത്. മറ്റേത് കൺഫ്യൂസിങ് ആവും ചിലപ്പോൾ. അപ്പോൾ ആ ഫംഗ്ഷൻ കാണാനുള്ള ഒരു യോഗമില്ല. അശ്വിൻ്റെ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആയിരുന്നു അത്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ആ ഓൺ ചേഞ്ചിൽ അതിന് എന്താ പറയുക മോഡിഫൈ ചെയ്യുന്നത്. ആഹാ, എത്ര പെട്ടെന്നല്ലേ ഇപ്പോൾ തീരുന്നത്. അപ്പോൾ അതായിട്ടുണ്ട്. ഓൺ സബ്മിറ്റിൽ ഇനി നമുക്ക് ഓൺ സബ്മിറ്റിൽ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് ആ ഡാറ്റനൊന്ന് ലോഗ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും ഉള്ളത് ബേസിക്സ് ആണ് ഇതാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പോണത്. ഓൺ സബ്മിറ്റ് ഈക്വൽ ടു ഫംഗ്ഷൻ എഴുതൂ, കോൾ ചെയ്യൂ, സ്റ്റോർ ഡാറ്റ ഓക്കെ സ്റ്റോർ ഡാറ്റ എഴുതുക. ഓക്കെ ഓക്കെ സമയം എത്രയാണ്? അവിടെ നിന്ന് ജസ്റ്റ് ലോഗ് ആയി കൺസോളോട് ലോഗ്. അവിടെ ഒന്നും പാസ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസർ ഡാറ്റ എന്നുള്ളത് സ്റ്റേറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്യൂ, കൺസോൾ എടുക്കൂ. ഒന്ന് സൈനപ്പ് കൊടുക്കുക. എന്താ ഉണ്ടാവുക നോക്കാമല്ലോ. ഉണ്ടായില്ല, റിക്വയർഡ് വന്നില്ല. അത് ആ മെയിൽ അല്ലാത്തതുകൊണ്ടായിരിക്കും. അതെന്താ ഇപ്പോൾ റിക്വയർഡിൻ്റെ സംഭവങ്ങൾ വരാത്തത്? ടൈപ്പ് സബ്മിറ്റ് അല്ലാത്തതുകൊണ്ടാണോ? ബട്ടൻ്റെ അതെ, അത് ഫോമാക്കി ടൈപ്പ് സബ്മിറ്റ് ചെയ്താലേ റിക്വയർഡ് വർക്ക് ആവുള്ളൂ. അല്ല അപ്പോൾ ഇത് മറ്റേത് വർക്ക് ആവേണ്ടതല്ലേ? അല്ല ഇത് വർക്ക് ആവണില്ല ഇപ്പം എന്തായാലും. ഈ ഓൺ എന്താണ് കൊടുത്ത് ഓൺ സബ്മിറ്റ്, ഓൺ ക്ലിക്കാക്ക്.
കമാൻഡല്ല, അത് ഫോം ആണെങ്കിലാണ് കേട്ടോ സബ്മിറ്റ് അങ്ങനത്തെ ഒരു ഇതുണ്ടാകുമല്ലേ. അപ്പോൾ നോക്കിയേ കണ്ട, അത് ഫോമൊന്നും അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ അത് അത്ര ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡാറ്റ ഇവിടെ കിട്ടി. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ഓരോന്നും ചെയ്യുമ്പോൾ റീപ്ലേസ് ആവും. നമുക്ക് ആദ്യം ഈ ഡാറ്റനെ ലോക്കൽ സ്റ്റോറേജിൽ ചെയ്യണോ അത് വേണ്ട, നമുക്ക് കറക്റ്റ് വേല തന്നെ പോകാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സംഭവം ചെയ്യാം. അപ്പോൾ ലോക്കൽ സ്റ്റോറേജ് ഒന്ന് എടുത്ത് ഇവിടെ ആപ്ലിക്കേഷൻ ലോക്കൽ സ്റ്റോറേജ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റനെ സേവ് ചെയ്ത് വെച്ചാൽ ഡാറ്റ അവിടെ പ്രിസർവ് ആയി കിടക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഒറ്റ യൂസറെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തവണ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റിനകത്ത് കുറേ യൂസേഴ്സിനെ ആഡ് ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിന് സൈനപ്പ് ലോഗിൻ എന്തായാലും ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ സ്റ്റോറേജിനകത്ത് ഇതൊരു ലിസ്റ്റായിട്ട് നമുക്ക് അത് ലോക്കൽ സ്റ്റോറേജിൽ ഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ ലോക്കൽ സ്റ്റോറേജിൽ നമുക്ക് വേണ്ട ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ്, ഓക്കെ, അതിനല്ലേ ഒരു അറേ, അതിനകത്ത് ഇതേപോലത്തെ ഓരോ ജേസൺ വരും എന്നുള്ളതാണ്. അപ്പോൾ അത് അറേ ഓഫ് ജേസൺ എന്ന് വെച്ചാൽ ഒരു അറേയും അതിനകത്ത് ജേസന്റെ കുറേ ജേസൺസും വരും. അപ്പോൾ നമ്മളിപ്പോൾ ലോക്കൽ സ്റ്റോറേജിലോട്ട് പുതിയൊരു ഡാറ്റ വെക്കുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ലോക്കൽ സ്റ്റോറേജിൽ എല്ലാ ഡാറ്റനെ എടുത്ത് ആ അറേയിലോട്ട് പുതിയതിനെ അപ്പൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ലെറ്റ് യൂസർ ഡാറ്റ ഈക്വൽ ടു ജേസൺ പാർസ് ചെയ്യണ്ടേ. അപ്പോൾ ജേസൺ ഡോട്ട് പാർസ് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം ഓക്കെ ഉണ്ടെങ്കിൽ എന്താണ് യൂസർ ഡാറ്റ എന്നുള്ളൊരു കീ, ഡാറ്റാസ് പറഞ്ഞൊരു കീന്ന് ഡാറ്റ എടുക്കാം. ഇനിയൊരു സംഭവമുണ്ട്, നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഈ സംഭവം ചെയ്യുമ്പോൾ ലോക്കൽ സ്റ്റോറേജിലെ ഡാറ്റ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഈഫ് നോട്ട് യൂസർ ഡാറ്റാസ് ആണെങ്കിൽ നമുക്ക് അതിനൊരു MTR ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. യൂസർ ഡാറ്റാസ് ഈക്വൽ ടു MTR. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിലോട്ട് മറ്റേതിനെ പുഷ് ചെയ്താൽ പോരെ. അതായത് യൂസർ ഡാറ്റാസ് ഡോട്ട് പുഷ് യൂസർ ഡാറ്റ. എന്നിട്ട് ഇത്ര പോരാ, യൂസർ ഡാറ്റ നമ്മൾ ലോക്കൽ സ്റ്റോറേജിൽ കീപ്പ് ചെയ്യും കൂടെ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ലോക്കൽ സ്റ്റോറേജ് സെറ്റ് ഐറ്റം യൂസർ ഡാറ്റാസ് ജേസൺ സ്ട്രിങ് ചെയ്യണം. ജേസൺ ഡോട്ട് സ്ട്രിങ്ങിഫൈ യൂസർ ഡാറ്റാസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ കൺസോളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പം എന്താണ് വർക്ക് ആവണമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മളെ ലോക്കൽ സ്റ്റോറേജ് എടുത്തിട്ടൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചോ. അശ്വിൻ gmail.com 123 ഹെവി സെക്യൂരിറ്റിയാണ്. കണ്ട അവിടെ അശ്വിൻ വന്ന് വീണ്ടും അടിച്ചപ്പോൾ വീണ്ടും അശ്വിൻ വന്ന് ഇനി അശ്വിൻ 6 അടിച്ച് നോക്കി. അയ്യോ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് ചേടാ ഡാറ്റ പോയി. ഒന്നോട്ടെ അശ്വിൻ 6 ഇങ്ങനെ മണി പിടിച്ചാലോ, എന്താണ് ശരി. ആക്യുറസി പോരാ. ഞാൻ എൻ്റെ അത്ര പ്രോ അല്ലല്ലോ ടൈപ്പിങ്ങിൽ. എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലൊന്നും റെക്കോർഡില്ലല്ലോ, നമ്മൾ പാവം കോഡേഴ്സ്. ഇതൊക്കെ മിനിമം റിക്വയർമെന്റ് ആവും. ഇത്ര ആയി കഴിഞ്ഞാൽ എന്തായി, ആ ഒരു സൈനപ്പ് ഫംഗ്ഷനാലിറ്റി അവിടെ നടന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അശ്വിനുണ്ട് സെയിം ഇത് അശ്വിനായി ടിപ്പോ. അപ്പോൾ ഇനി ഒരു കാര്യം കാണിച്ചു തരാം, നമുക്ക് അതിനെ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അശ്വിൻ നമ്മളോട് മാനിപ്പുലേഷൻ ആണല്ലേ, ഡാറ്റ മാനിപ്പുലേഷൻ. കണ്ടാ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സുഖമായിരുന്നത്. വൃത്തിയില്ല ഇവിടെ. ഓക്കെ, അപ്പോൾ കിടക്കട്ടെ. കിടക്കട്ടെ, നമുക്കൊരു വാലിഡേഷൻ വെക്കാം. സെയിം മെയിൽ ഐ ഡിനെ ഒരു യൂണീക്ക് പോലെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സെയിം മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് വർക്ക് ആവത്തുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ ഇട്ട് നോക്കാം. അതായത് ഓൾറെഡി സെയിം ഡാറ്റ ഉണ്ടെങ്കിൽ അവിടെ എന്ത് അലേർട്ട് കാണിക്കണം. അതെ, അപ്പോൾ നമുക്കിപ്പോൾ ഇഫ് എന്ന് എഴുതി സെയിം ആണോ എന്നാണ് നോക്കുന്നത്.
യൂസർ ഡാറ്റാസ് ഡോട്ട് സം ഫംഗ്ഷൻ യൂസ് ചെയ്താലോ? ചെയ്യാം. സമ്മ് അതിൻ്റെ ഉള്ളിൽ സം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. സമ്മ്, ഫിൽട്ടർ, മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമ്മിൻ്റെ ഉള്ളിൽ നമ്മൾ ഇനി ഒരു ആരോ ഫംഗ്ഷൻ എഴുതും. അപ്പോൾ ആരോ ഫംഗ്ഷനിൽ നമ്മളിപ്പോൾ ഒരു OBJ എന്ന് എഴുതി കഴിഞ്ഞാൽ OBJയിൽ വരുന്നത് എന്താണ്? നമ്മൾ ആ ലിസ്റ്റിൻ്റെ ഉള്ളിലെ ഫസ്റ്റ് ഒബ്ജക്റ്റാണ് വരിക. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ OBJ ഡോട്ട് ഇമെയിൽ ഈക്വൽ ടു യൂസർ ഡാറ്റ ഡോട്ട് ഇമെയിൽ എന്ന് ടൈപ്പ് ചെയ്താൽ അതിനർത്ഥം സെയിം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടി. ഞാൻ അവിടെ ഒരു അലേർട്ട് കാണിച്ചു, യൂസർ എക്സിസ്റ്റ്. എന്നിട്ട് ജസ്റ്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഫ് എൽസ് ചെയ്തേണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചു പോയിക്കോളും. ഓക്കെ. ഇനി നമുക്കിത് വർക്ക് ചെയ്യുമോ എന്ന് നോക്കാം. ഓൾറെഡി കണ്ട സെറ്റ്. അശ്വിൻ ഡി ആക്കി വെക്കാം. വീണ്ടും കേറുവോ? കേറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഒരു കണ്ടീഷൻ എഴുതിയപ്പോൾ ആ സാധനം ഇത് സമ്മ് ഈ സമ്മ് ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു എന്ന് അറിയും. അതായത് നമ്മളിപ്പോൾ ലൂപ്പ് ചെയ്ത് എല്ലാ ഒബ്ജക്റ്റിലൂടെയും പോയി ആ ഒരു കുറച്ചുകൂടെ കോഡ് ചെയ്തെന്നുള്ളൂ. ബിഹൈൻഡിൽ ഏകദേശം സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഒറ്റ ലൈനേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര എഫിഷ്യൻ്റ് ആവുന്നില്ല കേട്ടോ കോഡ് ഇന്റേണൽ വർക്കിംഗ്. അപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ലോഗിൻ സെറ്റാക്കാം. ഓക്കെ. ലോഗിനിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് അപ്പുറത്തുനിന്ന് കുറച്ച് കോപ്പി ചെയ്തെടുക്കാം. ഇതേ സെയിം സാധനം തന്നെ എടുത്തോണ്ട് പോയാലോ സൈനപ്പിലെ? ഏത്? നമുക്ക് സ്റ്റോർ ഡേറ്റ ഒന്ന് ഓൾട്ടർ ചെയ്താൽ പോരെ? അപ്പുറത്തുനിന്ന് എടുക്കണ്ട അല്ലേ? ഓക്കെ. നമുക്ക് ലോക്കൽ സ്റ്റോറേജ് എന്തെങ്കിലും സാധനം ഗെറ്റ് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം, സൈനപ്പില് മറ്റേ കോഡിൽ പോകണ്ട, നമ്മളിപ്പോ സൈനപ്പിലുള്ള ഈ കോഡിന് എടുത്താൽ മതി. ഈ കോഡിനെ അങ്ങോട്ട് എടുക്കാം. ഈ കോഡിന്റെ ഫുള്ള് അതിനകത്ത് റിട്ടേണിനകത്തുള്ളത് തൊട്ട് എടുത്താൽ മതി. ഇതുവരെ മതി. ഇത് മുതലല്ലേ? അല്ല, മൊത്തം നമുക്ക് അല്ലാതെ ഒന്ന് എടുക്കാം. ബ്രാക്കറ്റ് ഉണ്ടല്ലേ? ഓക്കെ, അത്ര എടുക്കാം. റിട്ടേൺ മൊത്തത്തിൽ അതും എടുത്തോ, അതിനകത്തുള്ളത് എടുത്തോ. നമുക്ക് ഫംഗ്ഷൻ റീനെയിം ചെയ്താൽ പോരെ. പിന്നെ യൂസർ ഡേറ്റ വേണം. യൂസർ ഡേറ്റയ്ക്കകത്ത് നമുക്ക് നെയിം വേണ്ട, ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കാം. സൈനപ്പ് വേണ്ട, അതും ഫുള്ളായിട്ട് കോപ്പി ചെയ്യായിരുന്നു. മതി. അല്ല, ഇനിയിപ്പോൾ ലിങ്കും സ്റ്റൈൽസും അതും വേണ്ടേ? അത് നമുക്ക് ഇങ്ങോട്ട് ചെയ്തൂടെ ഈ സൈന? കുഴപ്പമില്ല, എടുത്തോ, അങ്ങനെ എടുത്തോ. മൊത്തം പേജ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാണ്. കൺട്രോൾ ഇതിന്റെ പേര് മാറ്റം, അത്രേ ഉള്ളൂ. അല്ല, അത് മാറ്റരുത്. എന്താ താഴെ എന്താ പറ്റി? അവിടെ ലോഗിൻ ആക്ക. താഴെ എന്താ ബ്രാക്കറ്റ് മിസ്സായോന്നും സംശയമുണ്ട് എനിക്ക്. ഇല്ലല്ലോ, ഇപ്പൊ കറക്റ്റ് അല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? അത് കുഴപ്പമൊന്നുമില്ല. ഇത് ഇമ്പോർട്ട് ചെയ്തത് ശരിയാവില്ല. ഇവിടെ ഇങ്ങനല്ലേ വരിക? ഇപ്പൊ കറക്റ്റായി. അല്ല, അയ്യോ, കമാൻഡ് സെറ്റ് ഇവിടെ സൈനപ്പ് ഒന്ന് വേണ്ടേ? വേണം. സെറ്റ് അപ്ഡേറ്റ് ഒക്കെ സെറ്റ് അല്ലേ? ഇവിടെ നെയിം വേണ്ടല്ലോ. നെയിം വേണ്ട, നമുക്ക് ലോഗിനിൽ എന്ത് മതി? പിന്നെ സ്റ്റോർ ഡാറ്റയ്ക്ക് വരെ ലോഗിൻ യൂസർ ഒന്നാക്കിക്കോ. അത് പിന്നെ മാറ്റാം. ആദ്യം ഇതൊന്നും മാറ്റട്ടെ. അവിടെ നെയിം വേണ്ട, നമുക്ക് ആകെ 2 ഇൻപുട്ട് മതി. ഒരു യൂസർ നെയിം, ഇമെയിലും പാസ്വേഡും മതി. ഇവിടെ സൈനപ്പിന് പകരം നമുക്ക് ലോഗിൻ ആക്കാം. ഇവിടെ സൈനപ്പ് ആക്കാം. ഇവിടെ സൈനപ്പ് പിന്നെ ഓൾറെഡി മാറ്റി ഡോണ്ട് ആക്കിക്കോ. കണ്ട, നേരത്തെ കോഡ് ചെയ്തിട്ട് ഫുള്ള് കാണാതെ പഠിച്ചിട്ടുണ്ട്. സൈനപ്പിനാവും. സെറ്റ് ഓക്കെ, അത്രയും ചെയ്താൽ പോരെ. ഇവിടെ ഫംഗ്ഷന്റെ പേരൊന്ന് മാറ്റാം. നേരത്തെ സെയിം ഫംഗ്ഷൻ തന്നെ അല്ലേ? മനസ്സിലത്ര ആഴത്തിൽ കോഡ് പതിഞ്ഞു പോയി, എന്ത് ചെയ്യാനാ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലോക്കൽ സ്റ്റോറേജിൽ സാധനം എടുക്കണം, ഇല്ലെങ്കിൽ MTR അത് അവിടെ തന്നെ അങ്ങനെ കിടന്നോട്ടെ. ഇനി നമ്മള് ഇവിടെ ചെറുതായിട്ട് മാറ്റി. ഇമെയിൽ സെയിം ആണെങ്കിൽ നേരത്തെ നമ്മളിത് ഫുൾ ഫ്രം സ്ക്രാച്ച് എഴുതി പാസ്വേഡ് സെയിം ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? സക്സസ് കൊടുക്കാം. നമുക്ക് റിട്ടേൺ പകരം തൽക്കാലം ഇവിടെ എൽസ് വെച്ചിട്ടൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. എഡ്സിനകത്ത് വാലിഡേഷൻ എറർ അല്ലെങ്കിൽ
ഒത്തന്റിക്കേഷൻ ഫെയിൽഡോ അങ്ങനെ എന്തെങ്കിലും. അലേർട്ട് തൽക്കാലം ഫെയിൽഡ് എന്ന് കൊടുത്തു. ഇവിടെ പിന്നെ പുഷ് ചെയ്യണ്ട, കാരണം ഡാറ്റ ക്രിയേറ്റ് ചെയ്യല്ല ഇവിടെ ചെയ്യണത് അല്ലേ, ലോക്കൽ സ്റ്റോറേജിൽ സെറ്റ് ചെയ്യുകയും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ കഴിഞ്ഞല്ലോ ലോഗിൻ. ashwin@gmail.com 123 നമുക്ക് ആദ്യം ഇത് വാലിഡ് ആയിട്ടുള്ളൊരു സംഭവം ചെയ്ത് നോക്കാം. സക്സസ്. ഇനി ഇൻവാലിഡ് എടുത്തു. ഇനി ഇൻവാലിഡ് ഒക്കെ അത് പാസ്വേഡ് ഒന്ന് മാറ്റാം. കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ ലോഗിൻ സൈനപ്പ് ഒക്കെ. അപ്പോൾ ഇതൊന്നുകൂടെ മനസ്സിലാക്കണം കേട്ടോ, എന്താണ് നമ്മൾ ചെയ്തത്. നമ്മൾ വേറൊന്നും ചെയ്തില്ല, അതൊക്കെ നേരത്തെ സ്റ്റേറ്റ് വേരിയബിൾ ഡാറ്റ എടുക്കുന്നു, ഡാറ്റ കാണുന്നു, എല്ലായിടത്തും നമ്മൾ ഡിഫോൾട്ടായിട്ട് ചെയ്തു വരുന്ന സംഭവങ്ങളാണ് അല്ലേ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ലോഗിൻ ആണെങ്കിൽ ഫെയിലാണെങ്കിൽ ഇങ്ങനെ തന്നെ കാണിച്ചോട്ടെ. ലോഗിൻ ആണെങ്കിൽ നമുക്ക് നമ്മളെ ടുഡുവിൻ്റെ പേജിലോട്ട് റീഡയറക്റ്റ് പറ്റും. അത് എളുപ്പമല്ലേ. നമുക്ക് നമ്മൾ react.com-ൽ യൂസ് നാവിഗേറ്റ് എന്നൊരു സാധനമുണ്ട്. ഇനി ചെയ്യാൻ പോണത് ഫ്രഷ് ആണ് അല്ലേ. നാവിഗേറ്റ് യൂസ് നാവിഗേറ്റ് എന്ന് പറഞ്ഞെടുത്തു. നാവിഗേറ്റ് ഡോട്ട് നമ്മൾ യൂസ് എഫക്റ്റ് ഒക്കെ ഇടുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത്. ഞാൻ ജസ്റ്റ് ആ ഒരു ഇത് കൊടുത്താൽ ഡോട്ട് ഒന്നും വേണ്ട അല്ലേ. നമ്മളപ്പോൾ ലിങ്ക് അപ്പുറത്ത് യൂസ് ചെയ്യുന്ന പോലെയാണ്. അവിടെ കോപ്പി പേസ്റ്റ് ചെയ്. ഓ സെറ്റ് ടുഡുവിലെത്തി. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ അലേർട്ട് ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് ആയിട്ട് കയറി പോകാം. ഫെയിൽഡാണെങ്കിൽ മാത്രം അവിടെ കണ്ടോട്ടെ. അത് നമ്മൾ ടുഡുവിലെത്തി. ഇനി എനിക്ക് ഒരു സംഭവം ചെയ്യണം. ഇപ്പോൾ ടുഡുവിൻ്റെ ഫംഗ്ഷനാലിറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലോഗിൻ ആണെങ്കിൽ ലോഗിൻ പേജും സൈൻ ഇൻ പേജും ആക്സസ് ചെയ്യാൻ പാടില്ല, നേരെ ടുഡുവിലോട്ട് റീഡയറക്റ്റ് ആവണം. ഓക്കെ, ലോഗിൻ അല്ലെങ്കിൽ ടുഡുവിൽ വരാൻ പാടില്ല. ലോഗിൻ ആണെങ്കിൽ ലോഗിൻ പേജ് കിട്ടരുത്. അതപ്പോൾ എങ്ങനെ എന്തെങ്കിലും ലോക്കൽ സ്റ്റോറേജിൽ എടുത്ത് വെക്കാം? അതെ, നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സംഭവം, ഒരാൾ ലോഗിൻ ആയില്ല എന്നുള്ളത് നമ്മളിപ്പോൾ എവിടെയും പ്രിസർവ് ചെയ്ത് വെച്ചില്ല ആ ഡാറ്റ. നമ്മളിപ്പോൾ സാധാരണ ബാക്ക് എൻഡ് ഒക്കെ ഉള്ള ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നമ്മൾ JWT ടോക്കണും കാര്യങ്ങളൊക്കെ വെച്ച് ആ യൂസർക്ക് വേണ്ടി ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് പേരുള്ള ഡാറ്റയും കാര്യങ്ങളും സ്റ്റോർ ചെയ്തിട്ടാണ് അത് ഏത് യൂസറാണെന്ന് ഫൈൻഡ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് യൂസറാണെന്ന് ഫൈൻഡ് ചെയ്യാൻ ഒരു വേ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യൂസറെ നെയിമൊക്കെ ഇവിടെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാമല്ലോ. കാരണം ലോഗിൻ യൂസറെ അല്ല, ഈസ് ലോഗിൻ കാണിച്ചു കൊടുത്താൽ ഏത് യൂസറെ ലോഗിൻ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ലോഗിൻ യൂസർ കൊണ്ട് ആ യൂസറിനെ സേവ് ചെയ്ത് വെക്കാം. അത് ഞാൻ ചെയ്യാം. അതായത് നാവിഗേറ്റിൻ്റെ മുമ്പ് നമുക്ക് ഇപ്പുറത്ത് ഉണ്ട് ഇത് കോപ്പി പേസ്റ്റിലാണ് ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ളത്. ലോഗ്ഡ് ഇൻ യൂസർ നാക്കിക്കോ സ്റ്റേറ്റ്. ലോഗ്ഡ് ഇൻ യൂസർ നാക്കി യൂസർ ഡേറ്റ കറക്റ്റാണ്. ഇമെയിലും പാസ്വേഡും കിട്ടുമെങ്കിൽ അപ്പം എനിക്ക് നെയിം കൂടെ വേണം. അപ്പോഴോ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്താലും മതി. അല്ല, തൽക്കാലം നമുക്ക് ഇത്രയും വെക്കാം, ഇത്രയും ചെയ്തു പോവാം. ഈ നെയിം ഇമെയിൽ മാത്രം വെച്ച് ഇത് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ ഈ യൂസറിൻ്റെ ഇതിൻ്റെയും റെസ്പെക്റ്റീവ് ഡാറ്റ നമ്മൾ മറ്റേ സൈനപ്പ് ആ സംഭവത്തിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കണോ ഇവിടെ? നമുക്കിവിടെ വേറൊരു പുതിയ ഫംഗ്ഷനെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഫിൽറ്റർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ? ഫിൽറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഇവിടെയാണ് ഇതിൻ്റെ സ്കോപ്പ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ പുറത്ത് വേരിയബിൾ വെച്ച് അതിലേക്ക് സേവ് ചെയ്തിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിലും നല്ലത് നമുക്ക് പുതിയൊരു സംഭവം നമുക്ക് പഠിച്ചു നോക്കാം. യൂസർ ഇതൊക്കെ ചിലപ്പോൾ അറിയുന്നതായിരിക്കും. ഡോട്ട് ഫിൽറ്റർ വെച്ചിട്ട് അതിനെന്ത് ചെയ്ത് OBJ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന എല്ലാത്തിനും ഒരു അറേ ആയിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം തീർന്നില്ലേ? തീർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇമെയിൽ വെച്ചെടുത്താൽ മതി. കാരണം നമുക്ക് എന്തായാലും എന്തില്ല ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോഴുണ്ട്.
നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അലോ ചെയ്യുന്നില്ലല്ലോ. അല്ല പക്ഷെ ഇപ്പൊ ഉണ്ട് നമ്മൾ ആ ടെസ്റ്റ് ചെയ്ത അത് കുഴപ്പമില്ല, അത് നമുക്കൊന്ന് കളഞ്ഞാൽ അത് നമുക്ക് ഇവിടെ യൂസർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഓഫ് 0 എന്നിട്ട് കൊടുത്താൽ പോരെ, മതിയോ? വർക്കാവൂലേ? വേണ്ടതാണ്. നോക്കാം മതി വർക്കാവുക. ലോഗിനിൽ വന്നു, പൊട്ടി ഓ ലെറ്റ് കൊടുത്തില്ല, ഇവിടെ കോൺസ്റ്റ് കൊടുത്താൽ പോലെ മാറൂലല്ലോ. ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ലോഗ്ഡ് ഇൻ യൂസർ. അതെ അതാണ്, അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്താണല്ലോ, അപ്പോൾ അവിടെ തെറ്റില്ല എന്തായാലും. അപ്പോൾ അത് സെറ്റായി. നമുക്കിത് വേണമെങ്കിൽ ഒറ്റ ഇതിലിവിടെ ചെയ്താൽ അത് ലൈക്ക് നമ്മൾ അങ്ങനെ ഒരു സംഭവം എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം, ലോഗ് ഔട്ടും കൂടെ ആദ്യം ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഇതിന് എനിക്ക് ഇവിടുന്ന് കളയണം, എന്നിട്ട് ലോഗിനിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. ചെയ്യൂ മിസ്റ്റർ. ഇവിടെ ഒരു ലിങ്ക് ടാഗ് കൊടുത്തോ തൽക്കാലം ടുഡൂൻ്റെ ഉള്ളിൽ. ഓക്കെ, എന്നിട്ട് അവിടെ ലോഗ് ഔട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ വെക്കാം. ആ, എന്നിട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കണ്ടീഷനും കൂടെ ചെയ്യാം. വെറുതെ ഇതൊന്നും ഇപ്പോൾ ഡിസൈൻ ചെയ്യണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, മറ്റേ സ്റ്റൈൽ ചെയ്യുമ്പോൾ അതിനെ സ്റ്റൈൽ ചെയ്യാം. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഒറ്റ കമ്പൗണ്ട് മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടെയാണെങ്കിൽ ഓൺ ക്ലിക്ക് ലിങ്ക് അല്ല ഫംഗ്ഷൻ വേണമല്ലേ ഇവിടെ ലിങ്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അതായത് നേരെ നമ്മൾ ലോഗിൻ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്താൽ പോരാ, ഒരു ഫംഗ്ഷനാലിറ്റി ഇവിടെ വർക്ക് ചെയ്യണം. ഓ ആദ്യമായിട്ട് നമ്മൾ റിമൂവ് ഐറ്റം യൂസ് ചെയ്തല്ലേ. യൂസർ ലോഗ്ഡ് ഇൻ യൂസർ അല്ല, യൂസർ അപ്പുറത്തുനിന്ന് നോക്കിക്കോ. കോപ്പി പേസ്റ്റ് ലോഗ്ഡ് ഇൻ യൂസർ. ഇനി നാവിഗേറ്റ് വെച്ചിട്ട് ചെയ്യണം അവിടെ, ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട്. ഇല്ല അത് വേണ്ട, നാവിഗേറ്റ് വെച്ച് ചെയ്തു. നമുക്ക് ഇതിന് ശരിക്കും വേറെ ഫംഗ്ഷൻ ചെയ്തെന്നല്ലേ അല്ലേ. ഇത് നേരത്തെ നമ്മൾ ഈ സാധനങ്ങൾ വേറൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് ആ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാൻ സൈനപ്പിലൊക്കെ ചെയ്തത്. ഇതേപോലെ ആരോ ഫംഗ്ഷൻ വെച്ച് ചെയ്യാം. ലോഗൗട്ട് പോയി. ഞാൻ സ്ലാഷ് ഇട്ടില്ല. ഓക്കെ സെറ്റ്. ഇതാണ് അടുത്ത നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ബഗ്. ഞാൻ ലോഗ്ഡ് ഇൻ അല്ല, പക്ഷെ എനിക്ക് ടുഡു കാണാം. അതാണ് ഇനി ഫിക്സ് ചെയ്യേണ്ട. വേണ്ട, ലോഗ്ഡ് ഇൻ അല്ലാതെ ടുഡു കാണാൻ പാടില്ല. കാരണം അപ്പോൾ നമുക്ക് ഏത് യൂസറാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ അല്ല അതുകൂടെ ചെയ്യാം അവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് അത് എളുപ്പമാണ്. നമ്മൾ ചുമ്മാ ഒരു ജസ്റ്റ് ഒരു യൂസ് എഫക്റ്റ് ഇട്ടാൽ മാത്രം, യൂസ് എഫക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ശരിക്കും നമ്മൾ ഇതിനല്ലാതെ എഴുതുമ്പോൾ നമ്മൾ വേറൊരു ടെർമിനോളജി ഇല്ലേ, അയ്യോ നമ്മളാ റൗട്ടിങ്ങിൽ മറ്റേ എഴുതി കൊടുക്കൂലേ, പ്രൈവറ്റ് റൗട്ടും പബ്ലിക് റൗട്ടും ഒക്കെ എഴുതുന്ന. അത്ര ഡീപ്പായിട്ട് പോകണമെന്നില്ല. അല്ല, അത് ഇവിടെ പോവില്ല. നമ്മൾ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ അടുത്ത അഡ്വാൻസ്ഡ് സീരീസിലേ പോവുള്ളൂ. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതിനൊരു പേരുണ്ടായിരുന്നു, ആ പേര് ഞാനും മറന്നു, ടെർമിനോളജീസ് ഒക്കെ മറന്നു. പ്രൈവറ്റ് റൗട്ട്സും പബ്ലിക് റൗട്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്ത് മാറ്റി വെക്കാൻ പറ്റും. യൂസ് എഫക്റ്റിൽ ലോഗ്ഡ് ഇൻ യൂസർ ഉണ്ടെങ്കിൽ നോട്ട് ഇട്ടാലോ? നോട്ട് നമ്മൾ ഓൾറെഡി നാവിഗേറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. അതെ, നാവിഗേറ്റ് സിമ്പിൾ അല്ലേ. നാവിഗേറ്റ് ലോഗിൻ സെറ്റ്. ഹോം പേജ് എത്തി. ഞാൻ ലോഗിനായി, ലോഗൗട്ടായി, ലോഗിൻ വന്നു. ഇനി നമുക്ക് തിരിച്ചൊന്ന് ബാക്ക് അടിച്ചൊക്കെ പോവില്ല, ടുഡൂല് കയറൂല. കണ്ട പോവില്ല, ലോഗിനിലെത്തി. അത്രേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ലോഗിനിലൂടെ ചെയ്യാം. ലോഗിനിലപ്പം എങ്ങനെയാ? നേരെ തിരിച്ച്, അതായത് സൈൻ ലോഗിനിൽ മാത്രം ചെയ്തോ. അവിടെ ഇപ്പം ടുഡൂലോട്ട് പറഞ്ഞു വിടും. കൊള്ളാം. ഇവിടെ നമ്മൾ നോട്ട് ഒഴിവാക്കുന്നു, അവിടെ ടുഡു ഇടുന്നു. ടുഡു ഇടുന്നു. യൂസ് എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല.
യൂസ് സ്റ്റേറ്റ് മാളിൽ അവിടെ ഇവിടെ കോമട്ട യൂസ് എഫക്റ്റ് സെറ്റ്. യെസ്. ഇനി നമ്മളിപ്പോൾ ലോഗിൻ ചെയ്താൽ ബാക്ക് അടിച്ചാൽ പോവില്ല. അപ്പോൾ ഇതേപോലെ സൈനപ്പിലും ആഡ് ചെയ്യാം. ഓക്കെ, സൈനപ്പിൽ നമുക്കപ്പോൾ ഇതേപോലെ സൈനപ്പ് കിട്ടരുത്. ഒരാൾ ലോഗിൻ ആണല്ലോ. അപ്പോൾ ഇനി ഒരൊറ്റ കാര്യം കൂടെ ചെയ്യും. ഈ ടുഡൂല് ഇയാളെ പേരും കൂടെ നീതി കാണിക്കാൻ പറ്റുമോ? നമ്മുടെ ഇത് ഗെറ്റ് ചെയ്താൽ പോരെ നമുക്ക്. ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം അതൊക്കെ ചെയ്യണല്ലേ, ഒരു വേരിയബിളിൽ എടുത്ത് വെച്ചിട്ട് അത് നമുക്കപ്പോൾ പിന്നെ ചെയ്യാം. അപ്പോൾ അതാണ്. യെസ്. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചിട്ട് ലോഗിൻ സൈനപ്പ് സംഭവങ്ങളൊക്കെ ആയി നമുക്ക് വൈൻഡ് ചെയ്യാം അല്ലേ? യെസ്. അപ്പോൾ ശരി. ഓക്കെ, ബൈ ബൈ.